ഹലോ മക്കളെ, അപ്പോൾ നമ്മളുടെ ഫിസിക്സ് എക്സാം ഒക്കെ നല്ല അടിപൊളിയായിട്ട് എല്ലാവരും എഴുതി, നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിരുന്നു. അപ്പോൾ നമ്മളുടെ ഫിസിക്സ് ടീം അലക്സ് സാറും അതുപോലെ ദിൽഷ മിസ്, അനുശ്രീ മിസ് എല്ലാം പഠിപ്പിച്ചത് മാത്രമേ നിങ്ങളുടെ എക്സാമിനൊക്കെ വന്നുള്ളൂ അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ആയിരിക്കും നമ്മളുടെ +2 എക്സാമും. നമ്മളുടെ +2 ബയോളജി എക്സാം നമുക്ക് പഠിക്കാൻ ഒരുപാട് ദിവസങ്ങളുണ്ട്. ഈ ഒരുപാട് ദിവസം എടുത്ത് നമ്മൾ പഠിച്ചെടുക്കുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളെ +2 ബയോളജിക്ക് നമുക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി സ്റ്റഡി പ്ലാൻ ആണ് മിസ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ അങ്ങോട്ട് തുടങ്ങുകയാണ് നമ്മളുടെ +2 ബയോളജി. ആൻഡ് ഇന്നുണ്ടാകും, നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് 2 ടൈമിലാണ് നമ്മുടെ കുട്ടികൾക്ക് ക്ലാസ് ഉണ്ടാവുക. അപ്പോൾ എൻ്റെ മക്കൾ നോക്കി വെക്കേണ്ട സമയം ഒന്ന് 11 മണിയും അതുപോലെ തന്നെ 7 മണിയും. ഈ 2 സമയങ്ങളിലായിരിക്കും നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ഒന്നുകൂടെ ക്വസ്റ്റ്യൻസ് ഓറിയൻറ്റഡ് ആയിട്ട്, അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സോ കോൺസെപ്റ്റോ അറിയാത്തതുണ്ടെങ്കിൽ അതും നമ്മൾ പഠിക്കുന്നതായിരിക്കും. അങ്ങനെ നല്ല സമയം എടുത്ത് നമ്മൾ +2 ബയോളജി അരച്ച് കലക്കി കുടിക്കാൻ പോവുകയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ. അപ്പോൾ ഒട്ടും വൈകിക്കാതെ തന്നെ എൻ്റെ മക്കൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ദിവസങ്ങളും സമയങ്ങളുമാണ് മിസ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒരു പേപ്പറും പെന്നൊക്കെ എടുത്ത് വെക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അങ്ങോട്ട് കുറിച്ച് വെക്കുക ഏതൊക്കെ സമയങ്ങളിൽ ഏതൊക്കെ ക്ലാസ്സുകളാണെന്നുള്ളത്. ഈ 4 ദിവസങ്ങൾ നിങ്ങൾ നമ്മുടെ എക്സാമിനറിൻ്റെ കൂടെ, നമ്മുടെ ബയോളജി ടീമിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മിസ് ഉറപ്പ് പറയാം നിങ്ങൾക്ക് +2 ബയോളജിക്ക് ഫുൾ മാർക്ക് കിട്ടിയിരിക്കും. ഓക്കെ, ഏതെങ്കിലും ഒരു ലൈവ് മിസ്സായി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ആ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മിസ്സാകും. കാരണം ലാസ്റ്റ് ഷുവർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ സംഭവം മാത്രം പഠിച്ചു കഴിഞ്ഞാലൊന്നും നമുക്ക് എല്ലാം കവർ ചെയ്യാൻ പറ്റില്ല അല്ലേ. നമ്മൾ എല്ലാ കോൺസെപ്റ്റും ക്ലിയർ ആക്കുന്ന സെഷൻസാണ് ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് കറക്റ്റ് സാറ്റർഡേ കറക്റ്റ് 7 മണിക്ക് മിസ് വരുന്നുണ്ടാകും നമ്മളുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ ലൈവായിട്ട്. അപ്പോൾ 7 മണിക്ക് എൻ്റെ മക്കൾ എല്ലാവരും നമ്മളുടെ ചാനലിലേക്ക് വരിക. നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞ് നാളെ സൺഡേ നമുക്ക് 11 മണിക്കും 7 മണിക്കും ക്ലാസ് ഉണ്ട്. 11 മണിക്ക് നമ്മളുടെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആയിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ അത്യാവശ്യം വലിയ ചാപ്റ്റർ ആയതുകൊണ്ടും ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളതുകൊണ്ടും നമ്മളത് നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അത് കഴിഞ്ഞ് രാത്രി 7 മണിക്ക് നമുക്ക് എന്താണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്തും മൈക്രോബ്സ് ഫോർ ഹ്യൂമൻ വെൽഫെയർ. അത് 2 കുഞ്ഞ് ചാപ്റ്റേഴ്സ് ആണല്ലേ, 4 മാർക്കിന് 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ചാപ്റ്ററാണ്. അപ്പോൾ അത് 2 ഒരുമിച്ച് അങ്ങോട്ട് നമ്മൾ പഠിക്കും. ആൻഡ് ദെൻ അടുത്ത ഡേ, അതായത് മൺഡേ 7 AM മിസ് വീണ്ടും വരുന്നുണ്ടാകും. മിസ്സിൻ്റെ കൂടെ നമ്മുടെ സ്നേഹാവസം ഉണ്ടാകും. നമ്മൾ മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസും പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസും പറഞ്ഞ ചാപ്റ്റർ, ഇത് രണ്ടും നമ്മൾ 5-ാമത്തെയും 6-ാമത്തെയും നല്ല വെയിറ്റേജ് ഉള്ള നല്ല അടിപൊളി ചാപ്റ്ററാണ്. അപ്പോൾ ഈ 2 ചാപ്റ്റേഴ്സ് മിസ്സും ഉണ്ടാകും, സ്നേഹാമസം ഉണ്ടാകും, നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞാൽ അന്ന് തന്നെ 7 മണിക്ക് നമ്മൾ എവല്യൂഷനും ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ. ഓക്കെ, സ്നേഹാമസും ATRMസും നമ്മൾ എവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററും ഓർഗാനിസം ആൻഡ് പോപ്പുലേഷനും പഠിപ്പിച്ചു തരും. ദെൻ ട്യൂസ്ഡേ 11 മണിക്ക് ബയോടെക്നോളജിയുടെ പ്രിൻസിപ്പിൾസ് 11-ാമത്തെ ചാപ്റ്ററിൻ്റെ ലൈവായിട്ട് നമ്മുടെ ഗായത്രി മിസ് ഉണ്ടാകുന്നതായിരിക്കും. അത് കഴിഞ്ഞ് 7 മണിക്ക് ഇക്കോസിസ്റ്റം, ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ. നമ്മൾ ATRMS ഈ 2 സെഷൻസ്, ഈ 2 ചാപ്റ്റേഴ്സ് നല്ല അടിപൊളിയായിട്ട് പഠിപ്പിച്ചു തരുന്നതായിരിക്കും. ആൻഡ് ഫൈനലി 22-ാം തീയതി ബുധനാഴ്ച 11 മണിക്ക് നമ്മളുടെ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ് എന്ന് പറഞ്ഞ ചാപ്റ്ററും ബയോടെക്കിൻ്റെ ആപ്ലിക്കേഷൻസും ആയിട്ട് നമ്മുടെ സ്നേഹാവസും ഗായത്രി മിസ് ഉണ്ടാവും. അങ്ങനെ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് ഈ 4 ദിവസം കൊണ്ട് നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചെടുത്തു. ആൻഡ് 22nd 7 മണിക്ക് നമ്മളുടെ ഫൈനൽ മാരത്തൺ ഷുവർ ക്വസ്റ്റ്യൻസ് 50 ഷുവർ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മുടെ ബയോളജി ടീം കംപ്ലീറ്റ് ഉണ്ടാകും. അങ്ങനെ നമ്മൾ ഇനിയുള്ള ദിവസങ്ങൾ നല്ല അടിപൊളിയായിട്ട് പഠിച്ച് എൻ്റെ മക്കൾക്ക് +2 ബയോളജിയിൽ ഒരു പോർഷൻ പോലും, ഒരു ടോപ്പിക്ക് പോലും, ഒരു ക്വസ്റ്റ്യൻ പോലും ഒന്നും അറിയാത്തതായിട്ടുണ്ടാവില്ല. അത്ര അടിപൊളിയായിട്ട് നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ 23rd നമ്മളെ +2 ബയോളജി എക്സാം എഴുതാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോൾ ഫുൾ കോൺഫിഡൻ്റ് ആവണം എന്നുണ്ടെങ്കിൽ ഈ എല്ലാ സെഷൻസും എല്ലാ ദിവസങ്ങളും ഓർമ്മിക്കുക. ചാപ്റ്റേഴ്സ് ഒന്നും ഓർത്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. എല്ലാ ദിവസവും 7 മണി 11 മണി 7 മണി 11 മണി ഇത് മാത്രം എൻ്റെ മക്കളുടെ മനസ്സിൽ ഓർമ്മയിൽ ഉണ്ടായാൽ മതി. നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കുന്നതായിരിക്കും. നമ്മൾ +2 ബയോളജി തകർത്ത് എഴുതുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇന്ന് 7 മണിക്ക് മറക്കരുത്, നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് തൊട്ട് നമ്മൾ തുടങ്ങുകയാണ്. നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. അപ്പോൾ എല്ലാവരും ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് വരിക. ഇന്ന് മുതൽ നമ്മൾ തുടങ്ങുകയാണ് 7 മണി 11 മണി. ഓക്കെ.